പിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാട്ടോ ഇവിടെ എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഞാനിപ്പോൾ ഒന്നും യൂസ് ചെയ്യണില്ല. ആകെ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓടി പാഞ്ഞ് പെടഞ്ഞ് വീട്ടുകാർക്ക് ഒരു സൗകര്യം കൊടുക്കണില്ല. ഒരു സൗകര്യം കൊടുക്കണില്ല, വരണം പറഞ്ഞിട്ട്. അപ്പൊ അപ്പോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ സ്കിൻ ടോൺ ഒക്കെ ഒന്ന് ഈവൺ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കൊറിയൻ പ്രൊഡക്റ്റ് ആട്ടോ. അപ്പൊ ഞാനാണെങ്കിൽ കുറെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ചേഞ്ച് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പൊ അമ്മ വന്നിട്ട് അവനെ കൊണ്ടുപോയിട്ടോ. അപ്പൊ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഓളിയിടാണ്, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഒരു കൊറിയൻ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ റീൽസും കാര്യങ്ങളൊക്കെ സ്ക്രോൾ ചെയ്യണ സമയത്താണ് ഞാൻ ഇത് കണ്ടത്. അപ്പം മേടിക്കണോ വേണ്ടേ, ഓൾറെഡി കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല ഷേക്ക് ന്യൂട്രിക്സിൻ്റെ ഔട്ട്ഷൈൻ സിറം നല്ല സിറമാണ്, അതെൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കണോ അതോ വേറെ ഏതാ മേടിക്കണ്ടേ, ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ സ്ക്രോൾ ചെയ്തപ്പോൾ പിന്നെ വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. കുറേ ഇതിനെ കുറിച്ചിട്ട് തന്നെ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. യൂട്യൂബ് തുറന്നപ്പോഴും ഇതിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് മേടിച്ചിട്ടുള്ള കാര്യം തന്നെ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാട്ടോ പ്രൊഡക്റ്റ്. ഇതാണ്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാട്ടോ ഒരു ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ സിറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറമാണിത്. ഇതാണെങ്കിൽ കൊറിയൻ പ്രൊഡക്റ്റാണ്, ആക്സിസ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ. ഇതാണെങ്കിൽ ഒരു ഇതിൽ നയാസിനമൈഡാണ് കൂടുതലായിട്ടുള്ളത്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാനും, അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോണൊക്കെ സ്കിൻ ഈവൻ ടോൺ ആവാനും, ബ്രൈറ്റ് സ്കിൻ നല്ല ബ്രൈറ്റനിങ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തപ്പോഴാണെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോസാറക്സിൻ്റെ സ്നെയിൽ പവർ എസൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. അപ്പം അതും ഇതും കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് തന്നെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു എസൻസ് ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ നല്ല കുറവുണ്ട്. ഞാൻ നിങ്ങൾക്ക് പിക്ക് കാട്ടി തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും ഇത് നോക്കുക എന്ത് ഡിഫറൻസ് ആളെന്ന്. അപ്പോൾ പിമ്പിൾസ് വരുമോ അങ്ങനെയൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് തേച്ച് കഴിഞ്ഞാൽ പിമ്പിൾസോ കാര്യങ്ങളൊക്കെ വരുമെന്ന്, അങ്ങനെ ഒന്നുമില്ല. നയാസിനമൈഡ് ഒരു 5% ഉള്ളതാട്ടോ, 10%. അപ്പോൾ നമുക്ക് എന്താ പറയുക, ചിലവർക്ക് 10% ആദ്യം തന്നെ ഫേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ ഇറിറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാകണേ 5% ഉള്ളൂ. പിന്നെ ഹിപ്പോപ്പി റാമനോയിഡ്സ് ഫ്രൂട്ട് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊറിയയിലാട്ടോ എഴുതുകയാണ്, മെയ്ഡ് ഇൻ കൊറിയ ആണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനതാണ് നിങ്ങൾക്കും കൂടി കാട്ടിത്തരാൻ വിചാരിച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞതന്നെ. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാട്ടിത്തരാം. അപ്പം ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. എനിക്ക് നല്ല അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറിയിട്ട് നല്ല ഈവൺ ആയ പോലെ തോന്നി. എനിക്ക് എന്തായാലും ഇന്ന് നമ്മുടെ കെമിക്കൽ പീൽ നിന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എസൻസും ഇതും അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പം വിറ്റമിൻ സി ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല ആ സമയത്ത്. പിന്നെ ഞാൻ ഇത് മേടിച്ചതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു പ്രൊഡക്റ്റും കൂടി മേടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാനൊരു 1 day ആയിട്ടുള്ള യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ അതൊരു വിറ്റമിൻ സിയുടെ ആണ്. കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഈ പിമ്പിൾ ഇപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് പാടുകൾ മതി. ഇത് ഫുള്ള് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ആദ്യം നമ്മൾ പിമ്പിൾസ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഈ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളും പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ പിമ്പിൾസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡാർക്ക് സ്പോട്ട്സും അൺഈവൻ സ്കിൻ ടോണൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ല കുറവുണ്ട്. ഇനി അതും കൂടി യൂസ് ചെയ്തിട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ അതും പറയാം കേട്ടോ. അപ്പം ഇത് തന്നെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര നല്ല റിസൾട്ടാണ് വന്നേക്കണേ. അപ്പം ഞാൻ ആദ്യം എൻ്റെ ആ കെമിക്കൽ പീലിംഗ് ചെയ്യേണ്ട ഡേ ആണെന്ന്. ഞാൻ വീക്ക്ലി 2 അല്ലെങ്കിൽ വീക്ക്ലി 1 ആണ് ചെയ്യാറ്. അപ്പം ഇന്ന് ചെയ്യേണ്ട ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാട്ടിത്തരാമെന്ന്. എന്തായാലും എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാറുള്ളതാണ്. അപ്പം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്താൽ മതി. ഇതിങ്ങനെ യൂഷ്വലി നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആദ്യം ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതൊരു 2 പംപ്സ് എടുക്കുക. ഞാനിത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു തരണുള്ളൂ. 2 പംപ്സ് എടുത്തിട്ട് നമ്മൾ സ്കിന്നിൽ എല്ലായിടത്തും ഈവനിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം പരിപാടി ക്ലീനായി. ഞാൻ പക്ഷേ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു എസൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കും, കോസാറെക്സിൻ്റെ. അതിനുശേഷം ഞാൻ ഈ നയാസിനമൈഡിൻ്റെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ ഞാനിത് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ നമ്മുടെ മോയ്സ്ചറൈസർ, ഞാൻ ജസ്റ്റ് ഹിമാലയയുടെ മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്, വേറെ മോയ്സ്ചറൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഹിമാലയയുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. പുറത്ത് പോവുകയാണെങ്കിൽ ഒരു SPF അപ്ലൈ ചെയ്യുക, കഴിഞ്ഞു വെള്ളത്തും രാവിലെ. ഇത്രയുള്ളൂ എൻ്റെ സ്കിൻ കെയർ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ കെമിക്കൽ പീൽ ജസ്റ്റ് എന്തായാലും അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാട്ടിത്തരാം. അതിൻ്റെ അതും നല്ലതാണ് കേട്ടോ. നമ്മളുടെ ഒരു ഫിസിക്കലായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നല്ല രീതിയിൽ പിമ്പിൾസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും കൂടി ആയപ്പോൾ പിന്നെ പറയേ വേണ്ട, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കെമിക്കൽ പീൽ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം അതെങ്ങനെ അപ്ലൈ ചെയ്യണം. അത് മേടിക്കണവർക്ക് മേടിക്കാമല്ലോ, അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കാട്ടിത്തരാവേ. അപ്പോൾ ഫേസ് ഞാൻ ഓൾറെഡി നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാഡ് ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വെള്ളമൊന്നും പാടില്ല മുഖത്ത്. ഇതൊരു ഈ ഡ്രോപ്പർ മുഖത്ത് ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ സ്ഥിരം ഫോളോ ചെയ്യണവർക്കൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇതും എനിക്ക് ഇവിടെയൊക്കെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, ഈ വായ്ക്ക് ചുറ്റൊക്കെ. ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമായിട്ട് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയേ. ഇതൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയതിന് ശേഷം കുറച്ചിങ്ങനെ പിമ്പിൾസൊക്കെ ഇതൊക്കെ ഇതാക്കിയതിന് ശേഷമായിട്ട് പോയിക്കണേ. അപ്പോൾ എന്താ പറയുക, ഈ ഡാർക്ക് സ്പോട്ട് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ വീക്ക്ലി ട്വൈസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകണ്ടായിരുന്നില്ല. എന്നാലും നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിമ്പിൾസ് വരണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡാർക്ക് സ്പോട്ടൊക്കെ നല്ല രീതിയിൽ പോയി. പിന്നെ അതുപോലെ ഇത്തിരി കളറൊക്കെ വെച്ച പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് വീക്ക്ലി അല്ലേ യൂസ് ചെയ്യല. അപ്പോൾ ഇന്നും സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഈ കൊറിയൻ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണേ. ഇത് ഞാൻ എപ്പോഴും പറയണ പോലെ ഒരു 10 മിനിറ്റ്സ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം. ഞാൻ കൂടുതൽ ഇതിനെ കുറിച്ചിട്ട് പറയണില്ല, നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഓർഡിനറിയുടെ പീലിംഗ് സൊല്യൂഷനാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് നോക്കാം. ഒരു 30% AHഉം BHഉം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് അതിലിടാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കാണാം കേട്ടോ. ആദ്യം ഒരു 10 മിനിറ്റ്സ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇത്തിരി കുറഞ്ഞ പോലെ ഉണ്ട്, ഇത്തിരി അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഹലോ, അപ്പോൾ നമ്മളതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതിനെ ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ഇതാട്ടോ. അപ്പോൾ ഇതൊരു 2 പംപ്സ് ഞാൻ ഇങ്ങനെ ആയിട്ട് എടുക്കാം. ഒരു 2 പംപ്സ് എടുക്കാം. ഇത്തിരി കുറഞ്ഞു പോയിരുന്നു. എന്നിട്ട് ഈ വെള്ളി എല്ലായിടത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടൊരു 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ.